വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ വടകര തന്നെയാണുള്ളത്. കാരണം വടകര ടൗണിൽ ഒരു 3/4 മണിക്കൂറിന്റെ മേലെ, ഏതാണ്ട് 1 മണിക്കൂർ തന്നെ കൂട്ടാം, അങ്ങനെ ഒരു ബ്ലോക്കിൽ പെട്ടുപോയി. ആ ബ്ലോക്ക് പെട്ട് ഇപ്പം വടകരയിലെ മെയിൻ ജംഗ്ഷനിൽ നിന്ന് ഇപ്പം വണ്ടി വിട്ടിട്ടേ ഉള്ളൂ. അപ്പോ ഇനി അങ്ങോട്ട് നല്ല കാഴ്ചകളാണ്, നല്ല രീതിയിലുള്ള കാഴ്ചകളുണ്ട്. കാരണം നമ്മളെ മൂരാട് പാലത്തിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അത് കാണിക്കുന്നുണ്ട്. അതിന്റെ ഒരു മുഴുനീള വീഡിയോ വേറൊന്ന് വരുന്നുണ്ട്, അത് ഞാൻ ചെയ്യും. 2 ദിവസം കൊണ്ട് അതിന്റെ വീഡിയോ ഉണ്ടാവും. അതിന്റെ ആ ഒരു ഹൈറ്റ് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉള്ള മൊത്തമായി നല്ലൊരു വ്യത്യാസമുള്ള ഒരു ഭാഗമാണ് ഇനി വരാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ മൂരാട് പാലത്തിന് മുന്നേയുള്ള ഭാഗങ്ങളിലൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കതൊരു ഫീൽ ചെയ്യും. കാരണം വണ്ടി വേഗത്തിൽ നമുക്ക് ഓടിച്ചു പോകാൻ പറ്റുമ്പോൾ തന്നെ നമ്മൾ ഹാപ്പി ആവും. വടകര ടൗണിൽ അതിശക്തമായ വർക്ക് നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ബ്ലോക്ക് വന്നത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. അല്ലെങ്കിൽ നോർമലി വടകര ടൗണിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളൊരു ടൗൺ അല്ല, വളരെ സൗകര്യകരമായിട്ടുള്ള റോഡാണ്. ഇപ്പോൾ അത് 1 വേ ആക്കിയിട്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു പോകുന്നതാണ്. അതിപ്പോൾ മറ്റ് ചെറിയ വാഹനങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ തീരാവുന്ന പ്രശ്നമുണ്ട്. ഇപ്പം വടകര പരവളിപ്പാലം ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ വീതി കൂട്ടി ചെറുതായിട്ടൊന്ന് ഉയർത്തിയിട്ട് ക്ലോസ്ഡ് ആക്സസ് ആയിട്ടുള്ള റോഡ് സിസ്റ്റം തന്നെയാണ് ഇവിടെ വരുന്നുള്ളത്. ഇവിടെ ഒരു ഫ്ലൈ ഓവറിന്റെ ഒരു വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. ഫ്ലൈ ഓവർ ഈ ഒരു ഭാഗം ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി സെന്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇവിടെ ഒരു ഫ്ലൈ ഓവർ, ചെറിയൊരു ജംഗ്ഷൻ, ആ ജംഗ്ഷൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ അതൊരു പ്രധാനമായിട്ടുള്ള വടകര ടൗൺ പോലെ തന്നെ പ്രധാനമായിട്ടുള്ള വടകരയുടെ മറ്റൊരു ഭാഗമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മോശമല്ലാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇവിടെ ഉണ്ടാവും. ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ഒരു റോഡിന്റെ കംപ്ലീഷൻ ആവുന്നതോടുകൂടി നല്ല വ്യത്യാസം വരും. ഇത് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അപകട വളവുണ്ട്. ആ വളവൊക്കെ അത്യാവശ്യം ഇപ്പോൾ ക്ലിയറായി വന്നിട്ടുണ്ട്. വളരെ നല്ല രീതിയിലേക്കുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അവിടെ. അത് ഒരു എന്താ പറയുക, അത് എന്ത് വളവാണെന്ന് പറയാൻ എനിക്കറിയില്ല. എസ് പോലുള്ളൊരു വളവായിരുന്നു. ആ വളവൊക്കെ നിവർത്തി ഒരു നല്ല രീതിയിലുള്ള റോഡായി മാറുമ്പോൾ ഉണ്ടാവുന്ന ഒരു യാത്രാ സുഖം, അത് തന്നെയാണ് ഇതിന്റെ ഒരു മെയിൻ. വർക്ക് എന്തായാലും 2025-26 കൂടി തന്നെ കംപ്ലീറ്റ് ആവും. കാരണം എന്ന് വെച്ചാൽ അത്രയും സ്പീഡിലാണ് വർക്ക് നടക്കുന്നത്. നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഇതിപ്പോൾ കാണുമ്പോൾ നോക്കണ്ട, ഇതൊക്കെ ഏതാണ്ട് ഒരേ നിരപ്പിൽ തന്നെ റോഡ് പോകുന്നത് കൊണ്ടാണ് അവിടെ ഒന്നും വർക്ക് അധികം നടത്താത്തത്. ഇവിടെ നിന്നൊക്കെ കുറച്ച് മണ്ണെടുത്ത് മാറ്റേണ്ട വർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് തീരുമെന്നുള്ളത് കൊണ്ടാവാം ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഈ ഒരു വളവാണ് അത്യാവശ്യം നിവർത്തിക്കൊണ്ട് പോവുക. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു വ്യത്യാസം, നല്ല അപകടമില്ലാത്തൊരു രീതിയിലുള്ളൊരു യാത്രാ സൗകര്യം നമുക്ക് കിട്ടും. ഈ ഭാഗങ്ങളൊന്നും ഇനി അങ്ങോട്ട് മനസ്സിലാവില്ല. ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ കുറെ അറിയുന്ന സ്ഥലങ്ങളുണ്ട്, ഒരു സ്ഥലവും നമുക്ക് കൃത്യമായി മനസ്സിലാവില്ല. കാരണം അത്രയും നല്ല വ്യത്യാസം. വികസന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. വികസനം വന്നാൽ മാത്രമേ ജനങ്ങൾക്ക് സൗകര്യം ഉണ്ടാവുള്ളൂ. ആ ജനങ്ങൾ സൗകര്യം അനുഭവിച്ചാൽ മാത്രമേ ആ വികസിപ്പിച്ച ആളുകൾക്കുള്ള ഗുണം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് മാറ്റങ്ങളാണ് കേരളത്തിന് ഇനി വരിക എന്നുള്ളത് കണ്ടു തന്നെ കാണേണ്ടി വരും. കാരണം നല്ലൊരു വ്യത്യാസം ഇപ്പോൾ ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം 10-20 വർഷമായിട്ട് നടക്കാത്ത ഈ ഒരു ഹൈവേയുടെ വർക്ക്, അതേപോലെ തന്നെ നമ്മളെ ബൈപ്പാസിന്റെ തലശ്ശേരി ബൈപ്പാസ് 40 വർഷമായിട്ട് സ്ഥലം എടുത്തിട്ടിട്ട് എൻ്റെ
ചെറുപ്പകാലത്തിൽ തന്നെ ഞാൻ വെറുതെ കാലിയായി കിടക്കുന്ന തരിശു ഭൂമി കണ്ട് സ്കൂളിൽ പോയിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പം നമ്മൾ മൂരാട് പാലത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഉള്ളത് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള റോഡാണ്. ഈ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള റോഡ് അത് ഇവിടുത്തെ ആ ഒരു നിലത്തിൻ്റെ പ്രത്യേകത കൊണ്ടാവാം. അപ്പോൾ ആ ഒരു രീതിയിൽ ഏതാണ്ട് നല്ല കനത്തിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള റോഡാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇരുവശത്ത് കൂടി വണ്ടി വിട്ട് തുടങ്ങിയിട്ടില്ല. അതെനിക്ക് തോന്നുന്നു ലൈനും വരയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ടാവാം. ഇവിടെ ഈ രീതിയിലാണ് 3 ലൈൻ ഉണ്ടാവുക. അതിപ്പോൾ നോർമലി ഇപ്പോൾ പറയണ്ടല്ലോ, ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും അറിയാം. എന്തായാലും ഇതുപോലെ യാത്ര ചെയ്യാൻ പറ്റും. ഇതുപോലെയല്ല, വൺ സൈഡ് മാത്രം നോക്കി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതൊരു വലിയ സൗകര്യം തന്നെയാണ്. നമ്മൾ വിദേശത്തൊക്കെ വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾക്ക് അത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. വർക്കിന്റെ വേഗത എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ഭാഗം മൂരാട് പാലമൊക്കെ തീർന്നെന്ന് പറഞ്ഞാൽ കണ്ണ് പൂട്ടി തുറക്കുന്ന സമയം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വർക്ക് വേഗത വിദേശത്ത് മാത്രമല്ല നമ്മുടെ നാട്ടിലുണ്ട്. മൂരാട് പാലം എത്ര പെട്ടെന്നാണ് കഴിഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വർഷത്തിനുള്ളിൽ ഒരു പാലം, സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ 2, 3, 4 വർഷമൊക്കെ എടുത്തിട്ടാണ് ഒരു പാലം പൂർത്തിയാകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നടക്കും. അത് വേണമെന്ന് വിചാരിക്കാത്തത് കൊണ്ടാണ്. ഇപ്പോഴത്തെ കാലത്ത് വർക്ക് കംപ്ലീഷൻ, അതായത് വർക്ക് നേരത്തെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന റിവാർഡും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാവാം കുറച്ചുകൂടി ഇപ്പം നല്ല രീതിയിലുള്ള വർക്ക് വേഗത്തിൽ നടക്കുന്നത്. നമ്മൾ മൂരാട് പാലം, പുതിയ പാലത്തിലേക്ക് എൻ്ററാവാൻ പോവുകയാണ്. അതിൻ്റെ ഒരു കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മാറ്റമാണിത്. ഈ ഇത്രയും നമ്മൾ അറിയാലോ, ഒട്ടുമിക്ക എല്ലാവരും ഈ ഒരു ഇവിടുത്തെ ബ്ലോക്ക് കുടുങ്ങാത്ത ആംബുലൻസും ഇല്ല, ഒന്നുമില്ല. എല്ലാ വാഹനങ്ങളും കൊടുക്കും, ഫയർ സർവീസ് ആയാലും കൊടുക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനുള്ള സ്ഥലത്തുനിന്ന് ഇതുപോലത്തേക്ക് ഒരു മാറ്റം എന്ന് പറയുമ്പോൾ അത് അപ്രതീക്ഷിതമായ മാറ്റം എന്നല്ല, അത് വൻ മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ ഇരിങ്ങൽ ഭാഗത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഇരിങ്ങൽ ഭാഗത്തോടു കൂടി ഒരു വീഡിയോ അവസാനിപ്പിക്കും. അടുത്ത വീഡിയോയിൽ ഇരിങ്ങൽ മുതൽ അങ്ങോട്ടേക്കുള്ള വീഡിയോ ഉണ്ടാവും. നല്ല രീതിയിലുള്ള സപ്പോർട്ട് എല്ലാവരിൽ നിന്നും വേണം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, അഭിപ്രായം എഴുതലാണ് മെയിൻ. അതിനുശേഷം ലൈക്ക് അടിക്കാൻ പറ്റുമോ ലൈക്ക് അടിക്കുക, ഡിസ്ലൈക്ക് അടിക്കുക. കാരണം ഓരോ അഭിപ്രായം ഓരോ ആൾക്കുണ്ടല്ലോ. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും അവരവരത് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.